ഗാസയിലെ ഹോളി ഫാമിലി കത്തോലിക്ക പള്ളിക്ക് നേരെയുണ്ടായ ആക്രമണത്തിൽ അഗാധമായ ദുഃഖം രേഖപ്പെടുത്തി ലയോ 14 പാപ്പ. ഗാസയിൽ ഉടൻ വെടിനിർത്തൽ വേണമെന്നും ടെലിഗ്രാം സന്ദേശത്തിൽ പാപ്പ ആഹ്വാനം നൽകി. ഗാസയിലെ ആക്രമണത്തിൽ 2 പേർ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു. ഗാസയിൽ ഹമാസിനെതിരെ ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്ന സൈനിക നടപടിക്കിടെയാണ് ഗാസയിലെ കത്തോലിക്ക പള്ളിക്ക് നേരെ ആക്രമണമുണ്ടായത്. ആക്രമണം അബദ്ധവശാൽ സംഭവിച്ചതാണെന്നും വിഷയത്തിൽ വിശദമായ അന്വേഷണം നടത്തുമെന്നും ഇസ്രായേൽ പ്രതിരോധ സേന അറിയിച്ചിട്ടുണ്ട്. അതേസമയം ഗാസയിലെ ഹോളി ഫാമിലി കത്തോലിക്ക ഇടവകയ്ക്ക് നേരെയുണ്ടായ സൈനിക ആക്രമണത്തെ തുടർന്ന് ഗാസയിൽ ഉടൻ വെടിനിർത്തൽ വേണമെന്ന ആഹ്വാനവുമായി ലയോ 14 പാപ്പ വത്തിക്കാൻ സ്റ്റേറ്റ് സെക്രട്ടറി കർദിനാൾ പിയട്രോ പാരലിൻ ഒപ്പിട്ട ടെലിഗ്രാം സന്ദേശത്തിൽ ആക്രമണത്തിലുണ്ടായ ജീവഹാനിയിലും പരിക്കുകളിലും പരിശുദ്ധ പിതാവ് അഗാധമായ ദുഃഖം പ്രകടിപ്പിച്ചു. ആക്രമണത്തിൽ പരിക്കേറ്റ ഇടവക വികാരി ഫാദർ ഗബ്രിയേൽ റോമനെല്ലിയോടും മുഴുവൻ ഇടവക സമൂഹത്തോടും അദ്ദേഹം തന്റെ ആത്മീയ അടുപ്പം അറിയിച്ചു. മരിച്ചവരുടെ ആത്മാക്കളെ സർവശക്തനായ ദൈവത്തിന്റെ സ്നേഹനിർഭരമായ കാരുണ്യത്തിന് പാപ്പ സമർപ്പിച്ചു. പരിക്കേറ്റവരുടെ സുഖപ്രാപ്തിക്കും ദുഃഖിതരുടെ ആശ്വാസത്തിനും വേണ്ടി പാപ്പ പ്രാർത്ഥിക്കുകയും ചെയ്തു. ടെലിഗ്രാം സന്ദേശത്തിൽ വീണ്ടും സമാധാനത്തിനും വെടിനിർത്തലിനും വേണ്ടിയുള്ള തന്റെ അഭ്യർത്ഥന അദ്ദേഹം ആവർത്തിച്ചു. മേഖലയിൽ സമാധാനം പുനഃസ്ഥാപിക്കുവാനുള്ള തന്റെ ആഴമായ പ്രത്യാശ പരിശുദ്ധ പിതാവ് പ്രകടിപ്പിച്ചു. 2023 ഒക്ടോബർ 7 മുതൽ ഗാസയിൽ യുദ്ധത്തിൽ 60,200-ലധികം ആളുകൾ കൊല്ലപ്പെട്ടതായി ഗാസ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. ഗാസയിലെ ഹോളി ഫാമിലി ലാറ്റിൻ ഇടവകയിലുണ്ടായ ആക്രമണത്തിൽ 2 പേർ കൊല്ലപ്പെടുകയും 6 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. അതിൽ 2 പേർക്ക് ഗുരുതരമായ പരിക്കേറ്റു. നിലവിൽ ആശുപത്രിയിൽ കഴിയുന്ന ഫാദർ ഗബ്രിയേൽ റോമനെല്ലി എന്ന പുരോഹിതന് നിസാര പരിക്കേറ്റു. നിലവിൽ ഇടവകയിൽ 500ഓളം കുടിയിറക്കപ്പെട്ട ക്രിസ്ത്യാനികൾ താമസിക്കുന്നുവെന്നും ജെറുസലേമിലെ ലാറ്റിൻ പാത്രിയാർക്കീസ് കർദിനാൾ പിയർ ബറ്റിസ്റ്റ പിസബെല്ല പറഞ്ഞു. ഗാസയിലെ ഹോളി ഫാമിലി ദേവാലയത്തിന് നേരെയുണ്ടായ ആക്രമണത്തെ ഞെട്ടലോടെയാണ് കാണുന്നതെന്നും ദുരിതബാധിത ഇടവകയിലെ സമൂഹത്തോട് അടുപ്പം പ്രകടിപ്പിക്കുന്നുവെന്നും ഫാദർ ഗബ്രിയേൽ റോമനെല്ലി ഉൾപ്പെടെയുള്ളവരോടും പരിക്കേറ്റവരോടും പ്രത്യേക പ്രാർത്ഥനയും കരുതലും അറിയിക്കുന്നുവെന്നും ഇറ്റാലിയൻ എപ്പിസ്കോപ്പൽ കോൺഫറൻസിന്റെ പ്രസിഡന്റ് അറിയിച്ചു. ജനങ്ങൾക്കിടയിൽ നാശവും മരണവും വിതയ്ക്കുന്ന അക്രമത്തെ ശക്തമായി അപലപിക്കുന്നുവെന്നും ഉൾപ്പെട്ട കക്ഷികളോടും അന്താരാഷ്ട്ര സമൂഹത്തോടും ആയുധങ്ങൾ ഉപേക്ഷിച്ച് ചർച്ചകൾ നടത്തണമെന്ന് അഭ്യർത്ഥിക്കുന്നതായും ഇറ്റാലിയൻ ബിഷപ്പുമാർ വ്യക്തമാക്കി. ഇന്റർനാഷണൽ ഡെസ്ക് ഷക്കീന ന്യൂസ്.